ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമുക്ക് ഈ 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് സേഫായിട്ടും സെക്യൂർ ആയിട്ടും അതുപോലെ തന്നെ എന്താ പറയുക സക്സസ്ഫുൾ ആയിട്ടും കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ 3 പോയിന്റ് നോക്കിയാൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 90% സംഭവങ്ങളൊക്കെ ശരിയായി കിട്ടാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഫുള്ളായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 ചാനലും കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ ലൈക്ക് അടിക്കാനും മറക്കണ്ട. പിന്നെ എന്തെങ്കിലും സംശയം കാണാൻ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ അടിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഡീറ്റെയിൽസ് ചെയ്യുക. ഫസ്റ്റ് എന്ന് പറയുന്നത് ടൈം വേസ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ഓൺ അൺനെസസറി തിങ്സ്. അതായത് ഇപ്പോൾ കുറേ പേര്, ഞാൻ എക്സാമ്പിൾ ഇപ്പോൾ റീസെൻ്റ്ലി 2 ദിവസം മുമ്പ് ഞാൻ ഇവിടെ റീസെൻ്റ്ലി അടുത്തൊരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് സംഭവം ഉണ്ട്. അവിടെ പോയപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഒരു 25-26 ആയിട്ട് 2 പിള്ളേരെന്ന് പറയാൻ പറ്റില്ല, എന്താ പറയുക, 2 ആൾക്കാർ തമ്മിൽ അടി കൂടി വരുന്നുണ്ട്. ഒരുത്തൻ ദേഷ്യം വന്നിട്ട് അവൻ്റെ ഫോൺ എടുത്ത് നിലത്തെറിയുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ബൈക്ക് തള്ളിയിട്ടു, ബൈക്കിൻ്റെ എന്തൊക്കെയോ പൊട്ടി. ലാസ്റ്റ് എന്നിട്ട് ബൈക്ക് കയറിപ്പോയി. അപ്പോൾ നമ്മുടെ അടുത്തുള്ളതാണ്, ഇപ്പോൾ ഒരിക്കലുള്ള സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ അവിടെ പോയി ആരോട് ചോദിച്ചപ്പോഴാണ് പറയുന്നത് മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസിനും തമ്മിൽ അടിയിരുന്നത്. എന്താ ചെയ്യേണ്ടവരൊക്കെ? ഇത് മമ്മൂട്ടി ഫാൻസ് മമ്മൂട്ടി അറിയുന്നില്ല, മോഹൻലാൽ അറിയുന്നില്ല. അതേപോലെ തന്നെ കുറേ പൊളിറ്റിക്കൽ പാർട്ടി തമ്മിൽ അടി. അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബിൻ്റെ പേജും ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതാണ് അടികളാണ്. ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെയും മോഡിനെ എതിരെ BJPക്ക് ഇത് ഫേവർ ചെയ്തിട്ട് കുറേ എണ്ണം ഇവിടെ നിന്ന് അടി ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് മണിക്കൂറുകൾ കളയാൻ ഇവിടെ കിടന്നിട്ട്. ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് ഒരു വല്ല ചായ വാങ്ങിക്കാനുള്ള കാശെങ്കിലും തരുന്നുണ്ട്, ചുമ്മാ അതിൻ്റെ പിന്നാലെ അടി ഉണ്ടാക്കി ചുമ്മാ ടൈം കളിയാണ് ഇത്. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിയൽ ലൈഫ് സംഭവങ്ങളാണ് ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചത്. അവർ അവിടെ അടി കൂടിയിട്ട് അവൻ്റെ ഒരുത്തൻ്റെ ഫോൺ തല്ലി പൊളിച്ചു. ദേഷ്യം വന്നിട്ട് ബൈക്ക് തള്ളിയിട്ടിട്ട് ബൈക്കിൻ്റെ സൈഡ് ഭാഗം എന്തൊക്കെയാണ് ഡാമേജ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പണിയില്ലാത്ത പിള്ളേരാണെന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫാൻസാ വാങ്ങാന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടക്കില്ലല്ലോ. അതും അവരുടെ ഓൺ സാധനങ്ങൾ ഡാമേജ് ചെയ്തിട്ട് കാശ് ചെലവ് ഉണ്ടാക്കി വെക്കുക. ഇതാണ് ഫസ്റ്റ് മെയിൻ പോയിന്റ് ആണ്. ഡോണ്ട് വേസ്റ്റ് ടൈം ഓൺ അൺനെസസറി തിങ്. നിങ്ങളുടെ കാര്യങ്ങൾ സേഫ് ആക്കാനുള്ള സംഭവങ്ങൾ ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാൻ കേട്ടോ. ഇത് ഇപ്പോഴൊന്നും മനസ്സിലാവില്ല. കുറച്ച് പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇതൊക്കെ അറിയുക. അപ്പോഴാണ് അതിൻ്റെ വാല്യൂ അറിയുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബഡ്ജറ്റിങ്, അല്ലെങ്കിൽ ഡോണ്ട് വേസ്റ്റ് യുവർ മണി ഓൺ അൺനെസസറി തിങ്. അപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ് ടൈമായിരുന്നു, ഇനി നമ്മുടെ മണിയാണ് ഈ സംഭവം മെയിൻ ഒരു അട്രാക്ഷൻ. ഇത് ടീനേജ് ആയിക്കോട്ടെ, ടീനേജ് അല്ല, ഒരു 20-25 ആയിക്കോട്ടെ, 25-30 ആയിക്കോട്ടെ, 30-40 ആയിക്കോട്ടെ, ഇതെല്ലാവർക്കും ബാധകമാണ്. എന്ന് വെച്ചാൽ കുറേ പേര് ഇത് നമ്മുടെ ഈ ചുമ്മാ ആവശ്യമില്ലാണ്ട് കാശ് കുറേ കളയുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വാങ്ങിച്ചിട്ട്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇപ്പോൾ ഡെയിലി പുറത്തുനിന്ന് പോയി ഫുഡ് കഴിക്കുക, ഡെയിലി ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുക. കുറേ പേര് ഓൺലൈൻ ഷോപ്പിംഗ് അഡിക്റ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ നമ്മൾ മറിയമായത്തിൻ്റെ സബ്ജക്റ്റ് അതായിരുന്നു. ഇപ്പോൾ ഇന്നലെ മുന്നേന്നുണ്ട് ഞാൻ സ്ഥിരമായിട്ട് കാണാറുള്ള സംഭവമാണ് മറിയമായ. കറക്റ്റ് റിയൽ ലൈഫ് സംഭവങ്ങൾ എടുത്തിട്ടാണ് അവർ കോമഡിയിൽ അവതരിപ്പിക്കുക. അതുകൊണ്ട് ഞാൻ കാണാറുണ്ട് സോപ്പ്. അപ്പോൾ അതിൽ ശരിക്കും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ആവശ്യമില്ലാണ്ട് കാശ് ഇപ്പോൾ ഒന്നും കുഴപ്പമുണ്ടാവില്ല. കുറച്ച് ഞാൻ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 കൊല്ലം 10 കൊല്ലം കഴിഞ്ഞപ്പോഴായിരിക്കും ഫുൾ കയ്യിൽ കടവും സംഭവങ്ങളൊക്കെ ആയിരിക്കും. കടത്തിൻ്റെ ഡെപ്റ്റ് ട്രാപ്പിലൊക്കെ പോയി പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞാൽ പണി വെട്ട പാടാണ്. അത് പകുതി വരും, പുറത്തേക്ക് വരില്ല, ഇതുവരെ അവരെ ജീവിതം കളയും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആവും. അപ്പം നിങ്ങൾ സ്ഥിരം ഇപ്പോൾ എന്താ പറയുക ന്യൂസും സംഭവങ്ങളൊക്കെ കാണാറുള്ളതാണല്ലോ. അപ്പോൾ 3ാമത്തെ പോയിന്റാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ഇപ്പോൾ ജോലി കിട്ടിയ സമയം തൊട്ട് തന്നെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്താ വെച്ചാൽ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഈ സംഭവത്തിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോഴാണ് അതിൻ്റെ അറിയുക. നമ്മുടെ കയ്യിൽ ഒരു കോർപ്പസ് എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഒരു വേറെ ലെവൽ തന്നെയാണ്. വേറെ ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ട്. അത് ഉള്ളവർക്ക് അറിയണ്ടായിരിക്കും. നിങ്ങൾ ചെയ്യാൻ മറക്കണ്ട, സ്റ്റാർട്ട് ചെയ്യാൻ മറക്കണ്ട. 20 വയസ്സിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ബെനിഫിറ്റാണ്. 20 വയസ്സിൽ കുറേ പേര്, പക്ഷേ പഠിക്കുന്ന ആൾക്കാർ വരെ, കോളേജ് പിള്ളേർ വരെ ഇത് ചെയ്യുന്നുണ്ട്. അതാണ് പലത്തെ അത്ഭുതം കാര്യം. ഒരു 10-30 പെർസെൻറ്റേജ് അല്ലെങ്കിൽ 20% ആൾക്കാർ ചിലപ്പോൾ കോളേജ് സ്റ്റുഡൻസ് ഒക്കെ സാധനം ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ബാക്കിയുള്ള ആൾക്കാർ, ജോലി കിട്ടിയ ആൾക്കാർ, 40 വയസ്സുള്ള ആൾക്കാർ വരും ചെയ്യുന്നില്ല. അത് ഭാവിയിൽ അവർക്ക് പണി കിട്ടുന്നത് വേറെ കാര്യം. പക്ഷേ അത് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു സക്സസ്ഫുൾ ആവാനുള്ള ചാൻസും ഇത് ചെയ്യാത്ത ആൾക്കാരുടെ അത് പിന്നെ ചാൻസ് ഭയങ്കര കുറവായിരിക്കും. വേണമെങ്കിൽ 10% താഴേക്ക് ആയിരിക്കും ഇത് ചെയ്യാത്ത ആൾക്കാരുടെ ചാൻസ്. ഇത് ഇപ്പോൾ മെയിനായിട്ടുള്ള കുറേ ഫേമസ് ആയിട്ടുള്ള റിച്ച് ആൾക്കാരുടെ തന്നെ കുറേ കോഴ്സുകളൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ വാരൻ ബഫറ്റ്, അങ്ങനെ കുറേ ആൾക്കാർ തന്നെ കോഴ്സ് ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് സക്സസ്ഫുൾ ആയ ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. കറക്റ്റായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി തന്നെയാണ് ഈ സംഭവം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഇപ്പോൾ റിട്ടയർമെൻറ്റ് ഫണ്ട് എന്നൊക്കെ പറയില്ലേ നമ്മൾ, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം,
ഒരു വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ റിട്ടയർ ചെയ്യാൻ പറ്റും, നമുക്ക് ഇത്ര കാശ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ ഇപ്പോൾ കുറേ പേര് നിങ്ങൾക്ക് കേസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം, 10-65 വയസ്സുള്ളവർ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഒരു സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്കുക. അത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത് വേറെ കാര്യം. 60 വയസ്സ് 65 വയസ്സായിട്ട് സ്ഥിരം ജോലിക്ക് സ്ഥിരം വരുമാനത്തിന് വേണ്ടി പോകുന്ന പറഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാരുടെ കേസ് പറയുകയാണെങ്കിൽ 30-40 വയസ്സുള്ള ആൾക്കാർക്ക് വരെ വയ്യ. അത് നമ്മുടെ ലൈഫ് സ്റ്റൈലും ഫുഡിലത്തെ പോയ്സണും സംഭവങ്ങളൊക്കെ കാരണം. അപ്പോൾ പിന്നെ ആ വയസ്സ് അതൊന്നാമത് ആ വയസ്സ് വരെ എത്തുന്ന അറിയുള്ളൂ. എന്താ വെച്ചാൽ ഇപ്പം നമ്മുടെ എന്താ പറയുക ലൈഫ് സ്പാനൊക്കെ കുറഞ്ഞു തുടങ്ങി. പണ്ടത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ 65-70-80 വയസ്സൊക്കെ നിൽക്കുക. ഇപ്പോൾ ഇത് കുറഞ്ഞ് വരുന്നുണ്ടല്ലോ. നിങ്ങളിപ്പോൾ റീസെൻ്റ്ലി സർവേയിലും സംഭവത്തിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഫോളോ ചെയ്യാൻ മറക്കണ്ട. എന്തായാലും നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. ഒരു 90% നിങ്ങൾക്ക് ബെനിഫിഷ്യൽ എന്തായാലും ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റെങ്കിലും ഫോളോ ചെയ്യാൻ നോക്കട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയ പോയിന്റൊന്നുമല്ല, ഫേമസ് ആയിട്ടുള്ള റിച്ച് പീപ്പിൾസും അതുപോലെ തന്നെ ബിസിനസ് ആൾക്കാരും അതുപോലെ തന്നെ ആൾക്കാരൊക്കെ കണ്ടുപിടിച്ച പോയിന്റ്സുകളാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി പറയുന്ന പോയിന്റ്സുകളൊന്നും അല്ല കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഇനി ഫോളോ ചെയ്യാൻ മടിക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽ അതുപോലെ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ബൈ.